നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള ഒന്നാണല്ലേ ബിഗ് ബാങ്. അതെ, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ഒരു പ്രത്യേക ഘട്ടത്തിൽ നിശ്ചലമാകുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്താലോ? 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് സംഭവിക്കുകയും ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് പ്രകാശത്തേക്കാൾ വേഗതയിൽ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങുകയും ചെയ്തു. പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും പോലുള്ള നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത, എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒഴുകി നടക്കുന്ന, നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, ഇന്നും നിഗൂഢമായി നിലനിൽക്കുന്ന ശക്തികളാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും സാന്ദ്രത ഒരു പ്രത്യേക പരിധിയിലും വളരെ കൂടുതലാണെങ്കിലും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഗാലക്സികളും, അതിനുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ബ്ലാക്ക് ഹോളുകളും അടക്കമുള്ള എല്ലാ വസ്തുക്കൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ഗുരുത്വാകർഷണ ബലം, ഈ വികാസത്തെ മറികടക്കുകയും പ്രപഞ്ചത്തിൻ്റെ വികാസം ക്രമേണ നിലയ്ക്കുകയും ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും. ഈ ചുരുങ്ങൽ തുടരുന്നതിനനുസരിച്ച് പ്രപഞ്ചം കൂടുതൽ ചൂടുള്ളതും സാന്ദ്രത കൂടിയതുമായി മാറുകയും താപനില വർദ്ധിക്കുകയും ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യും. ഒടുക്കം പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യങ്ങളും ഊർജവും അനന്തമായ സാന്ദ്രതയുള്ളതും അതിലേറെ ചൂടുള്ളതുമായ ഒരു ഏക ബിന്ദുവിലേക്ക് ചുരുങ്ങും. ഈ ചുരുങ്ങൽ ഇല്ലാതാവുന്നതോടുകൂടി പ്രപഞ്ചം നിലവിലെ രൂപത്തിൽ നിന്നില്ലാതാവുകയും ചെയ്യും.